ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഒരു സീറ്റ് ലഭിച്ചത് ഗൗരവതരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് എൻജിഒ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ചില മേധാവികൾ ബിജെപിയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അവർക്ക് വോട്ട് ചെയ്തു. ഇവരുടെ സഹോദരങ്ങൾ സംഘപരിവാർ അക്രമങ്ങൾക്ക് വിധേയരായവരാണ്. നാടിന്റെ സംസ്കാരത്തിന് ചേരാത്ത നിലപാടെടുത്തവർ ഇനിയെങ്കിലും തിരുത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പി ജോഷില വിശദമായ വിവരങ്ങൾ നൽകും. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഒരു വിലയിരുത്തൽ കൂടിയായിരുന്നു എൻജിഒ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പ്രസംഗം എന്ന് വേണം വിലയിരുത്താൻ. കാരണം മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് ബിജെപി ആഗ്രഹിച്ച ഒരു ഫലം കേന്ദ്രത്തിൽ ബിജെപിക്ക് നേടാനായില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ബിജെപി ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാനും ബിജെപിക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഗുണം ചെയ്യില്ല എന്നുള്ളതാണ്. അത് ഓരോ സംസ്ഥാനത്തും രൂപപ്പെട്ടു വന്ന ബിജെപി വിരുദ്ധ നിലപാടിന്റെ ഭാഗം തന്നെയാണ്. അത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. അതേസമയം തന്നെ കേരളത്തിനെ കുറിച്ച് അദ്ദേഹം കൃത്യമായി വിലയിരുത്തുകയുണ്ടായി. കേരളത്തിൽ ബിജെപിക്ക് ഒരു സീറ്റ് ലഭിച്ചതിനെ കുറിച്ചായിരുന്നു അദ്ദേഹം കൃത്യമായും പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ഇത്തരത്തിൽ ഒരു വോട്ട് നൽകാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയവർ ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞല്ലോ, ഫലം വന്നല്ലോ, ബിജെപിയെ സഹായിച്ച ശക്തികൾ നല്ല രീതിയിൽ ചിന്തിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. സ്വീകരിച്ച നിലപാട് ശരിയായോ തെറ്റായോ എന്നുള്ള കാര്യം അവർ ചിന്തിക്കേണ്ടതുണ്ട്. അവരുടെ സഹോദരങ്ങൾ രാജ്യത്തെമ്പാടും പലവിധ ദ്രോഹങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുകയാണ്. ബിജെപി ചെയ്ത പലവിധ ദ്രോഹങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്. ഇവരുടെയൊക്കെ രക്ഷകരായി അവതരിച്ചവരാണ് ബിജെപിയുടെ ചില മേധാവികൾ. ഇത്തരത്തിൽ രക്ഷകരായി അവതരിച്ച മേധാവികളാണ് ബിജെപിയുമായി ചർച്ച നടത്തിയത്. അവർ സ്വീകരിച്ച അവസരവാദപരമായ നിലപാടുകൾ അത് ശരിയാണോ എന്നുള്ളത് അവർ തന്നെ ഒന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. ഞങ്ങൾ അവരെയൊന്നും ആ രീതിയിൽ കാണുന്നവരല്ല, എല്ലാവരെയും എപ്പോഴും സ്വീകരിക്കുന്നവരാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത്. ബിജെപിയെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി സഹായിച്ച ശക്തികൾ അവരെ നല്ല രീതിയിൽ ചിന്തിക്കണം. സ്വീകരിച്ച നിലപാട് ശരിയായോ എന്ന്. ഈ പരസ്പര ധാരണയുടെ ഭാഗമായി നിലപാടുകളും സ്വീകരിക്കപ്പെട്ടല്ലോ. ഇനിയെങ്കിലും ചെയ്തത് ശരിയായോ എന്ന് അത്തരം ആളുകൾ ചിന്തിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. മുസ്ലിം ലീഗ് വാശിയോടുകൂടിയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. എന്നാൽ ലീഗിന് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ലീഗിന്റെ മുഖം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. UDFിലെ പ്രധാന ഘടകകക്ഷിയായ ലീഗിൻ്റെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നത് ലീഗ് ചിന്തിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ലീഗിൻ്റെ മുഖം ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും? ലീഗിൻ്റെ മുഖം SDP മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും? 4 വോട്ടിന് വേണ്ടി കൂട്ടുകൂടാൻ പറ്റാത്തവരുമായി കൂട്ടുകൂടുന്നവരായി കോൺഗ്രസ് മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതുകൊണ്ട് തന്നെ UDFിന്റെ വിജയത്തിൽ കോൺഗ്രസിന് ആഹ്ലാദിക്കാനാവില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. വലതുപക്ഷ അജണ്ട എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ എതിർക്കുകയാണ്. അതേപോലെ തന്നെ ഇടതുപക്ഷം നടപ്പിലാക്കുന്ന പദ്ധതികൾ ഇല്ലാതാക്കുകയാണ് വലതുപക്ഷ ലക്ഷ്യം. ഇത് പിന്നീട് ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിലായി മാറുകയും ഇത് ചെയ്തു വെച്ചത് സംസ്ഥാന സർക്കാരാണ് എന്നുള്ള രീതിയിൽ ആക്കി തീർക്കുകയും ചെയ്യുകയാണ് വലതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ അജണ്ട എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അതേസമയം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം, എല്ലാ ജീവനക്കാർക്കും അർഹതപ്പെട്ട DA നൽകുന്ന നടപടിയിലേക്ക് സർക്കാർ പോവുകയാണ് എന്നുള്ളതാണ്. ഒരു സംശയവും വേണ്ട, എല്ലാ ജീവനക്കാർക്കും അർഹതപ്പെട്ട DA നൽകുന്ന രീതിയിലേക്കുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങും. ക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. കുറച്ച് കുടിശ്ശിക വന്നിട്ടുണ്ട്. ആ കുടിശ്ശിക മുഴുവൻ തുല്യ ഗഡുക്കളായി ഓരോ മാസവും കൊടുത്തു തീർക്കുന്ന നിലപാട്, സാധാരണ കൊടുക്കേണ്ട പെൻഷനോടൊപ്പം കൊടുത്തുകൊണ്ട് തീർക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കും.
എന്നാൽ അദ്ദേഹം ഇടതുപക്ഷം പരാജയപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണ് എന്നുള്ള കാര്യവും അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ ഇടതുപക്ഷത്തെ ജനങ്ങളാകെ തള്ളിക്കളഞ്ഞു എന്നുള്ള ഒരു ധാരണ ഞങ്ങൾക്ക് വന്നിട്ടില്ല. കാരണം ജനങ്ങൾ നെഞ്ചേറ്റുന്ന പാർട്ടി തന്നെയാണ് ഇപ്പോഴും ഇടതുപക്ഷം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ വരുന്ന മാറ്റത്തെക്കുറിച്ച് അവർ ചിന്തിച്ചതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വോട്ട് രേഖപ്പെടുത്തുകയുണ്ടായത്. ഇപ്പോഴും ഇടതുപക്ഷത്തെ നെഞ്ചേറ്റുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ എന്നുള്ള കാര്യം നമുക്ക് നല്ല വിശ്വാസമുണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതുപോലെ തന്നെ കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങളിൽ ഒരുപാട് മാറ്റം വരേണ്ടതുണ്ട്. ഓൺലൈൻ സംവിധാനങ്ങൾ സർക്കാർ ഏർപ്പെടുത്തിയത് പൂർണ്ണമായും അഴിമതിരഹിതമായ ഒരു കേരളം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. എന്നാൽ ചിലയിടങ്ങളിൽ തെറ്റായ ചില പ്രവണതകൾ കണ്ടുവരുന്നുണ്ട്. അതിനെക്കുറിച്ച് പിന്നീട് പറയാം എന്ന് മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഭരണനിർവഹണ കാര്യത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരിൽ പല സ്ഥലങ്ങളിലും വീഴ്ച വരുത്തുന്ന ഒരു നിലപാടിലേക്ക് പോകുന്നുണ്ട്. ഇതൊക്കെ തന്നെ വളരെ ജാഗ്രതയോടുകൂടി NGO യൂണിയന്റെ ജീവനക്കാരടക്കം കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലും കൂടിയാണ് മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ പ്രസംഗത്തിന്റെ ഒരു ചുരുക്ക രൂപം എന്ന് പറയാനുള്ളത്. NGO യൂണിയന്റെ ഭാരവാഹികളെയും ഇന്ന് തെരഞ്ഞെടുക്കുകയുണ്ടായി.